أعوذ بالله من الشيطان الرجيم اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون സദഖല്ലാഹുൽ അലിയുൽ അലീം. സ്നേഹാദരണീയരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയ സ്വലാത്ത്, നമസ്കാരം എന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രാധാന്യവും ഏത് വിധേനയാണ് നമ്മുടെ ജീവിതത്തിൽ അത് നിലനിർത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരുന്നത്. നമസ്കാരം അല്ലെങ്കിൽ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് എപ്രകാരമാണ് നിർവഹിക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് അള്ളാഹു വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് ഖുശൂഅോടുകൂടി നിർവഹിക്കണം എന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അള്ളാഹു വിജയിച്ച വിശ്വാസികളായ ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. അവർ വിജയിച്ചിരിക്കുന്നു, മുഅ്മിനീങ്ങളായ ഒരു വിഭാഗം വിജയിച്ചിരിക്കുന്നു. കാരണം അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കുമ്പോൾ അതിൽ ഖുശൂഅോടുകൂടി നിർവഹിക്കുന്നവരാണവർ. അങ്ങനെ കുറേ വിശേഷണങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് അള്ളാഹു വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു പ്രയോഗമുണ്ട്. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്തിൻ്റെ വിഷയത്തിൽ അവർ സൂക്ഷ്മത പാലിക്കുന്നവരാണ്. അവരാണ് ജന്നാത്തുൽ ഫിർദൗസിൻ്റെ ഉലായിക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. നിസ്കാരം കൊണ്ട് ആരംഭിച്ച് നിസ്കാരം കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് കുറേ വിശേഷണങ്ങൾ അള്ളാഹു ഇതിൽ എണ്ണി പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ വിശേഷണം സ്വലാത്തിൽ അവർ ഖുശൂ ഉള്ളവരാണ്. അത് സ്വലാത്തിനകത്തുള്ള കാര്യമാണ്. അവസാനം വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ എന്ന പ്രയോഗം അത് സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കുന്ന സമയത്തല്ല, മൊത്തത്തിൽ നിസ്കാരത്തെക്കുറിച്ചുള്ള സൂക്ഷ്മത. അതിൻ്റെ സമയത്ത് നിസ്കരിക്കൽ, ജമാഅത്തായിട്ട് നമസ്കരിക്കൽ, സ്വലാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഖബൂലിയത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. അത് വേറൊരു വിഷയമാണ്. വിശ്വാസികളായ ആളുകൾ സ്വർഗത്തിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ വറാസത്ത് അള്ളാഹു നൽകും. ആ വറാസത്ത് നൽകുന്നതിന് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ, അള്ളാഹിൻ്റെ മുമ്പിൽ കൈകെട്ടി നിന്നു കഴിഞ്ഞാൽ ആ സ്വലാത്തിൽ അവർക്ക് ഖുശൂ ഉണ്ടാവുക എന്ന് പറയുന്ന കാര്യം. ആ ഖുശൂ മനുഷ്യൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അത് ചൂഷണത്തിന് സാധ്യതയുള്ള ഒരു പ്രയോഗം കൂടിയാണെന്ന് അള്ളാഹു ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്. ഖാശഈന ലില്ലാഹി ലാ യശ്തറൂന ബി ആയാത്തില്ലാഹി സമനൻ ഖലീല. സൂറത്ത് ആൽ ഇംറാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹുവിൽ ഖുശൂ ഉള്ള ആളുകൾ
ആ ഖുശൂഉള്ള ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹ് ചേർത്ത് പറയാണ്, ലാ യഷ്തറൂന ബി ആയാത്തില്ലാഹി സമനൻ ഖലീല. തുച്ഛമായ വിലക്ക് അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അധ്യാപനങ്ങളെ നിങ്ങൾ വിൽപ്പന ചരക്കാക്കി മാറ്റരുത്. അത് നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം നേടാൻ, അധികാരങ്ങൾ നേടിയെടുക്കാൻ, പദവികൾ നേടിയെടുക്കാൻ അതൊരിക്കലും നിങ്ങൾ വിനിയോഗിക്കാൻ പാടില്ല എന്നതിൻ്റെ എല്ലാ ഗൗരവത്തിലും അള്ളാഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഖാശിഈന ലില്ലാഹ്, അള്ളാഹുവിൽ ഖുശൂഉള്ള ആളുകൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പടച്ചതമ്പുരാൻ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഖുശൂ ഉണ്ടാവണം എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ആ കർമ്മം അയാൾ നിർവഹിക്കേണ്ടത്. കാരണം ആ സ്വലാത്ത് ഒരു ചടങ്ങിൻ്റെ പേരല്ല. ആ സ്വലാത്ത് എന്ന് പറയുന്നത് കേവല ആരാധനയല്ല, അതിനേക്കാളൊക്കെ അപ്പുറമുള്ള ലക്ഷ്യസാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ മുന്നേറുന്നതിന് കരുത്തു പകരുന്ന അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇബാദത്താണത്. അതുകൊണ്ട് തന്നെ ആ ഇബാദത്ത് നിങ്ങൾ നിർവഹിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഖുർആൻ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി വ അഖിമിസ് സ്വലാത്ത്. അള്ളാഹു പടച്ചതമ്പുരാൻ വേദഗ്രന്ഥത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിക്കൊണ്ട് അഖിമിസ് സ്വലാത്ത്, ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്ന ആ കർമ്മം നിങ്ങൾ നിർവഹിക്കണം. പഠിക്കാതെ നിർവഹിക്കരുത്. യാന്ത്രികമായി നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമായി ചുരുങ്ങിപ്പോകരുത്. നല്ല ധാരണയോടെ, നല്ല ബോധ്യത്തോടുകൂടി എങ്ങനെയാണോ അത് നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങളത് നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എന്തിനാണ് ഈ പണി? എന്തിനാണ് സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നിങ്ങൾ നിർവഹിക്കുന്നത്? ആ സ്വലാത്ത് നിങ്ങൾ നിർവഹിക്കുമ്പോൾ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ, നിങ്ങളുടെ ജീവിതത്തിൽ അരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അത് മുൻകറാത്തുകളാകാം, ഫാഹിഷാത്തുകളാവാം. എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് നേർക്കുനേരെ വിലക്കിയിട്ടുള്ള കാര്യമാവാം, പൊതുസമൂഹത്തിൽ മ്ലേച്ഛ പ്രവർത്തികൾ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന കാര്യങ്ങളാവാം. എന്താണെങ്കിലും അതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന, അതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള വഴി റദ്ദ് ചെയ്യുന്ന ഇബാദത്തിന്റെ പേരാണ് സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത്. ആ മനോഭാവത്തോടുകൂടി നിങ്ങൾ ആ ഇബാദത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ വലദിക്റുല്ലാഹി അക്ബർ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ദിക്ർ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാവലാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് രൂപപ്പെടുക എന്നതിനേക്കാൾ വലുപ്പമുള്ള ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ് ഏറ്റവും വലിയ കാര്യം. അതിനേക്കാൾ വലിയൊരു കാര്യമില്ല. ആ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കേണ്ട കാര്യമാണ്. സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോൾ അതുണ്ടാവണം, കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ അതുണ്ടാവണം, ജോലിയിൽ ഏർപ്പെടുമ്പോൾ അതുണ്ടാവണം, പഠിക്കുന്ന സന്ദർഭത്തിൽ അതുണ്ടാവണം, കുടുംബജീവിതം നയിക്കുമ്പോൾ അതുണ്ടാവണം, നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതുണ്ടാവണം, രാഷ്ട്രീയത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവണം. അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളിലൂടെ നിങ്ങൾ കടന്നു പോകുമോ അവിടെയെല്ലാം അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാവണം. അതുകൊണ്ട് നിസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് അഖിമിസ് സ്വലാത്ത ലിദിക്രി. അള്ളാഹിന്റെ ദിക്ർ നിങ്ങളുടെ മനസ്സിനകത്ത് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കുക. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ നിങ്ങളുടെ മനസ്സിനകത്ത് നിരന്തരം രൂപപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഖുശൂഅോടുകൂടി പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ആ ഒരു ഭക്തിയും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യവും നമ്മുടെ ഹൃദയത്തിനകത്ത് കൃത്യമായി രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടാണ് സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് എങ്ങനെയാണ് ഈ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് തടഞ്ഞു നിർത്തുക എന്നത് വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഖുർആനാണെങ്കിലും ഇന്നല്ലാഹ ലാ യസ്തഹയി അൻ യദ്രിബ മസലൻ മാ ബഗൂലതൻ ഫമാ ഫൗഖഹാ,
പടച്ചതമ്പുരാൻ ഒരു ഈച്ചയെ പോലും ഉപമിക്കാൻ ഒരു മടിയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു ഈച്ചയെ ഉപമിച്ചുകൊണ്ടാണെങ്കിൽ അള്ളാഹ് ഈച്ചയെ ഉദാഹരിച്ചുകൊണ്ട് തന്നെ ആ കാര്യം നിങ്ങളെ പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുക, ആ മനസ്സിലാവുന്ന ശൈലിയിലാണ് വിശുദ്ധ ഖുർആൻ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല ഉപമയിലൂടെ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്നത്, അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും, നിങ്ങളുടെ വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഒരു നല്ല മനോഹരമായ പുഴയുണ്ട്, നന്നായി വെള്ളമൊഴുകുന്ന ശുദ്ധമായ വെള്ളമൊഴുകുന്ന ഒരു പുഴ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിലൂടെ അങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട്. യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ 5 മററാത്ത്, നിങ്ങൾ എല്ലാ ദിവസവും ആ പുഴയിൽ 5 നേരം നിങ്ങൾ കുളിക്കും. എല്ലാ ദിവസവും 5 നേരം നിങ്ങൾ ആ പുഴയിൽ മുങ്ങിക്കുളിക്കും. അങ്ങനെ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ ഹൽ യബ്ഖാ മിൻ ദറനി ഷൈഉൻ, നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ? അല്ലാഹു റസൂൽ ചോദിക്കുകയാണ്. അങ്ങനെ കുളിക്കുന്ന 5 നേരം നിങ്ങളുടെ മുമ്പിലൂടെ ശുദ്ധമായ വെള്ളമൊഴുകുന്ന പുഴയിൽ നിങ്ങൾ 5 നേരം കുളിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദറനി ഷൈഉൻ, അങ്ങനെ കുളിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരഴുക്കും അവശേഷിക്കുകയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫദാലിക മസലു സ്വലവാത്തിൽ 5 യംഹുല്ലാഹ ബിഹിന്നൽ ഖത്വായ, ഇത് പ്രകാരമാണ് 5 വക്ത് നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത്. ആ നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ പടച്ചതമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു മായ്ച്ചു കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ കുളിക്കുന്നവന്റെ ശരീരത്തിൽ നിന്ന് കഴുകിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് രൂപപ്പെട്ട എന്തെല്ലാം തെറ്റുകൾക്കുള്ള മനോഭാവങ്ങളുണ്ടോ അതെല്ലാം പടച്ചതമ്പുരാൻ അതിലൂടെ മായ്ച്ചു കളയുകയാണ് ചെയ്യുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇബാദത്ത് നിർവഹിക്കുന്ന വ്യക്തിയിൽ എങ്ങനെയാണ് സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് മാറ്റമുണ്ടാക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിസ്കരിക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഈ ലക്ഷ്യം നേടിയെടുക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നതിന് പാകപ്പെടുത്തുന്ന കർമ്മമാണിത് എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് ആ കർമ്മം നിർവഹിക്കാൻ കഴിയണം. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ അതൊരു ചടങ്ങായി മാറുകയാണ്. ചടങ്ങല്ലാതായി അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേറെ വശത്ത് രൂപപ്പെടുകയാണ്. അതൊന്നും ആവശ്യമില്ലാതെ തന്നെ യഥാർത്ഥത്തിൽ ഖുശൂഓടുകൂടി ഓരോ മനുഷ്യനും നിസ്കരിക്കാൻ വേണ്ടി സാധിക്കണം. ഖുശൂഓട് കൂടി നിസ്കരിക്കാൻ ഏതെങ്കിലും ഒരു പണ്ഡിതൻ നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരാളുടെ സനദന് ആവശ്യമില്ല. അതിനൊരൊറ്റ കാര്യമേ ആവശ്യമുള്ളൂ, എനിക്ക് ഖുശൂഓടുകൂടി നിസ്കരിക്കാൻ കഴിയണമെന്ന ബോധ്യം നിസ്കരിക്കുന്ന വ്യക്തിക്കുണ്ടാവുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുകൊണ്ട് ആ കർമ്മം നമുക്ക് നിർവഹിക്കാൻ കഴിയും. അപ്രകാരം ആ കർമ്മം നിർവഹിക്കുമ്പോഴാണ് അത് നമുക്ക് അതിന്റെ ഗൗരവത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കുന്നതിന്റെ ആ ഒരു ഗൗരവം എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസുനാ വനുഹദ്ദിസുഹു വയുലാഇബുനാ വനുലാഇബുഹു. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ റസൂലിനോടും സംസാരിക്കുന്നുണ്ടാകും, റസൂൽ ഞങ്ങളോടും പറയുന്നുണ്ടായിരിക്കും. റസൂൽ കളികളിൽ ഏർപ്പെടും, റസൂൽ ഞങ്ങളോടൊപ്പം കളിക്കും, ഞങ്ങൾ റസൂലിനോടൊപ്പവും കളിക്കും. എന്നാൽ പല വിധത്തിലുള്ള വിനോദങ്ങളിലും കളികളിലും ഞങ്ങൾ ഏർപ്പെടുന്നുണ്ടാകും, ഞങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും, പല വിധത്തിലുള്ള ഏർപ്പാടുകളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വലാത്തിന്റെ സമയമായാൽ, നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ സമയമായാൽ, നിസ്കാരത്തിന് ഇഖാമത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ റസൂലിനെ ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങൾക്ക് റസൂലിനെയും അറിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാന്റെ റസൂല് മാറും. പിന്നെ വേറൊന്നിലും റസൂൽ ഉണ്ടാവില്ല. സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ കളികൾ അവസാനിക്കണം. സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ കച്ചവടം നിർത്തണം. സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഏർപ്പെടേണ്ട സമയമെത്തിയാൽ ഭാര്യയുമായുള്ള സംസാരങ്ങൾ അവസാനിപ്പിക്കണം. എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ അവനെയും അറിയില്ല അവർ ഞങ്ങളെയും അറിയില്ല എന്ന് ആയിഷ ബീവി അള്ളാന്റെ റസൂലിന്റെ നിലപാടിനെ കുറിച്ച് പറയുന്നത് പോലെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ
സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിയുമോ? അതാണ് അതിന്റെ ഗൗരവം എന്ന് പറയുന്നത്. വേറെ എല്ലാം മറന്നുകൊണ്ട് പിന്നെ സ്വലാത്ത് എന്നത് മാത്രമേ അയാളുടെ മനസ്സിലുണ്ടാകാൻ പറ്റൂ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരത്തെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാന അലി ഇബ്നു അബീ ത്വാലിബ് ഇദാ ദഖല ഫി സ്വലാത്തി, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തറഅദത് ഫറായിസുഹു വനസലത് അളാഉഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ വറക്കുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ ശരീരം. അദ്ദേഹം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരം ഇങ്ങനെ വറക്കുന്നത് ആ നിസ്കാരം കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് തോന്നും. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ വറക്കുന്നത്? എന്താണ് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രമാത്രം പ്രകമ്പനം ഉണ്ടാകാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് നൽകുന്ന മറുപടി, ജാഅ വഖ്തു അമാനതി അറളഹ അല്ലാഹു അല സമാവാതി വൽ അർളി ഫഅബൈന അൻ യഹ്മിൽനഹ വഅശ്ഫഖ്ന മിൻഹാ വഹമൽതുഹാ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു ആകാശഭൂമികളുടെ മേൽ ഈ അമാനത്ത് ഏൽപ്പിച്ചപ്പോ ആ അമാനത്ത് ഏറ്റെടുക്കുവാൻ ആകാശഭൂമികൾ വിസമ്മതിച്ചു. ഈ പ്രപഞ്ചം മുഴുവനും വിസമ്മതിച്ചപ്പോ മനുഷ്യനാണ് അത് ഏറ്റെടുത്തത്. ആ മനുഷ്യൻ ലലൂമുൻ ജഹൂലുമാണ് എന്ന് പറഞ്ഞാൽ ആ ഏറ്റെടുക്കുന്ന അമാനത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് ആ അമാനത്ത് ഒരാൾ ഏറ്റെടുക്കുന്നതെങ്കിൽ അവൻ ലലൂം, അങ്ങേറ്റത്തെ അക്രമിയാണ്, അങ്ങേറ്റത്തെ പമ്പര വിഡ്ഢിയാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്താൻ. ആ വിഡ്ഢിത്തമെന്നും അക്രമമെന്നും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ അമാനത്ത് ഞാൻ ഏറ്റെടുക്കുന്ന സന്ദർഭമാണ് എന്റെ സ്വലാത്തിന്റെ സമയം. അതുകൊണ്ട് ആ അമാനത്തിന്റെ ഗൗരവം എന്റെ മനസ്സിനകത്തേക്ക് വരുമ്പോ എന്റെ മനസ്സ്, എന്റെ ശരീരം തന്നെ ആ മനസ്സിന്റെ ആ വലിയ ചിന്തയുടെ ഭാഗമായി പ്രകമ്പനം കൊള്ളുകയാണ് ചെയ്യുന്നതെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വലാത്തിനെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ നിസ്കാരം പലപ്പോഴും യാന്ത്രികമായി മാറാണ്. അതൊരു ചടങ്ങായി മാത്രം അവസാനിക്കാണ്. അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കർമ്മം നിർവഹിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഗഫ്ലത്തോടുകൂടി ഒരിക്കലും സ്വലാത്ത് നിർവഹിക്കാൻ പറ്റൂല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സ്വലാത്തുൽ ഗാഫിലി കസൗബി ഖലിക്കിൻ ലാ യസ്ലുഹു ബിശൈഇൻ. ഒരാള് അശ്രദ്ധമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ എന്താണ് നിസ്കാരത്തിൽ ചെയ്യുന്നതെന്ന് അയാളുടെ മനസ്സിലില്ല. സ്വാഭാവികമായും ഒരാൾ നിസ്കാരം നിലനിർത്തുന്നയാളാണെങ്കിൽ ആ കർമ്മം അങ്ങനെ യാന്ത്രികമായി നടക്കും. എന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ അയാളുടെ മനസ്സിൽ രൂപപ്പെടാതെ ഗഫലത്തോടുകൂടിയാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരം ഛിന്ന ഭിന്നമായ ഒരു വസ്ത്രം പോലെയാണ്, കീറിപ്പറഞ്ഞ വസ്ത്രം പോലെയാണ്. ഒരു ഉപകാരവും അതുകൊണ്ടുണ്ടാവില്ല, ഒരു നേട്ടവും അതുകൊണ്ടുണ്ടാവില്ല എന്നതുപോലെയാണ് ഗാഫിലായി കൊണ്ട് നിസ്കരിക്കുന്നതെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന പ്രഗൽഭനായ സ്വഹാബി, അദ്ദേഹത്തിന്റെ നിസ്കാരത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇദാ ഹാനത്തി സ്വലാ, എങ്ങനെയാണ് ഒരാൾ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, അതിന്റെ ഓരോ കർമ്മങ്ങളെയും എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് അദ്ദേഹം ഈ ചെറിയ വാചകങ്ങളിലൂടെ വളരെ കൃത്യമായി അദ്ദേഹം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇദാ ഹാനത്തി സ്വലാത്ത്, നിസ്കാരത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ, സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നിർവഹിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ, അഖൂമു ഫീ മഖാമി, എവിടെയാണോ ഞാൻ നിസ്കരിക്കാൻ നിൽക്കാറുള്ളത് അവിടെ ഞാൻ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. വഅജ്അലുൽ കഅബത ബൈന ഹാജിബയ്യ, അങ്ങനെ നിൽക്കുമ്പോ എന്റെ കണ്ണിന്റെ രണ്ട് പുരികത്തിനിടയിൽ കഅബ ഇങ്ങനെ വന്നു നിൽക്കും. എന്റെ രണ്ട് കണ്ണിന്റെ പുരികത്തിനിടയിൽ കഅബയെ ഞാനിങ്ങനെ നേർക്കുനേരെ കാണും. അഥവാ അല്ലാഹുവിന്റെ ബൈത്തുല്ലാഹ് അതിന്റെ മുമ്പിലാണ് ഞാൻ നിസ്കരിക്കുന്നത്. എന്റെ കണ്ണിന്റെ മുമ്പിൽ ആ കഅബയെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരും. അതേപോലെ തന്നെ വസ്സിറാത്ത തഹ്ത ഖദമി, എനിക്ക് നാളെ മരിച്ചുപോയി കഴിഞ്ഞാൽ സിറാത്ത് എന്ന് പറയുന്ന ആ പാലം കടന്നുകൊണ്ട് മാത്രമേ അപ്പുറം കടക്കാവൂ എങ്കിൽ എന്റെ കാലിന്റെ ചോട്ടിൽ ഞാൻ ആ സിറാത്തിനെ ഇങ്ങനെ കാണും. അതേപോലെ തന്നെ വൽ ജന്നത അൻ യമീനി, എന്റെ വലതുവശത്ത് ഞാൻ ഇങ്ങനെ സ്വർഗം കാണുന്നുണ്ടാകും. വന്നാറ യസാരി, അതേപോലെ തന്നെ വന്നാറ അൻ ശിമാലി, എന്റെ ഇടതുവശത്ത് ഞാൻ നരകവും കാണും. വലതുവശത്തേക്ക് നോക്കുമ്പോ എനിക്ക് സ്വർഗം കാണാം, ഇടതുവശത്തേക്ക് നോക്കുമ്പോ എന്റെ നരകവും എനിക്ക് കാണാൻ സാധിക്കും. വമലക്കൽ മൗതി വറായി, എന്റെ മരണത്തെ പിടിക്കുവാൻ വേണ്ടിയുള്ള മലക്ക് എന്റെ പിന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ ഞാൻ വിചാരിക്കും ഇതെന്റെ അവസാനത്തെ സ്വലാത്താണ്, ഇനി ഒരു അവസരം എനിക്ക് കിട്ടൂല. ഞാൻ ളുഹ്ർ നിസ്കരിക്കാണ്,
ഒരസ്റിനുള്ള അവസരം എനിക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം എന്റെ പിന്നിൽ മലക്കുൽ മൗത്ത് ഇസ്രായീൽ എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്റെ റൂഹ് ഇതോടുകൂടി അവസാനിക്കാൻ വേണ്ടി പോവാണ് എന്ന മനോഭാവത്തോടുകൂടി, ഇതെന്റെ അവസാനത്തെ സ്വലാത്താണ് എന്ന മനോഭാവത്തോടുകൂടിയാണ് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, സ്വല്ലു സ്വലാത്ത മുവദ്ദിഅ. നിങ്ങൾ നിസ്കരിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ സ്വലാത്താണ്, ഇനി ഒരു അവസരം ഉണ്ടാവില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിവസം 5 തവണ ആവർത്തിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഇബാദത്തിന്റെ പേരാണ് സ്വലാത്ത്. ഇത് നിസ്കാരത്തിന് മാത്രം ബാധകമല്ല, എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും ഇത് ഇനിയൊരു ചാൻസ് എനിക്ക് ഉണ്ടാവില്ല, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, ഇനിയൊരു അവസരം എനിക്ക് ലഭ്യമാകില്ല എന്ന ബോധ്യത്തോടുകൂടി ഞാൻ ളുഹർ നിസ്കരിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ഈ ജുമഅ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അസ്ർ നിസ്കരിക്കാൻ വേണ്ടി നമുക്കുള്ള അവസരം ആർക്കെല്ലാമാണ് നൽകിയിട്ടുള്ളത് എന്ന ഒരു വിധത്തിലുള്ള അറിവും നമ്മുടെ മുമ്പിലില്ല. അസ്ർ നിസ്കരിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതിന്റെ മുമ്പ് പടച്ചതമ്പുരാൻ നമുക്ക് നിശ്ചയിച്ച അജലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഈ മനോഭാവത്തോടുകൂടി നമ്മൾ അള്ളാന്റെ മുമ്പിൽ ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് നോക്കി. അപ്പോ ആ നിസ്കാരത്തിൽ സ്വാഭാവികമായും എന്താണ് ഉണ്ടാകേണ്ട ഖുശൂ, ആ ഖുശൂ വളരെ കൃത്യമായിട്ട് കടന്നു വരും. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, വഅളുന്നു ആഖിറ സ്വലാത്തി, ഇതെന്റെ അവസാനത്തെ സ്വലാത്താണ്, ഇനി ഒരു അവസരം എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന മനോഭാവത്തോടു കൂടിയാണ് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. സുമ്മ അക്ബറു തക്ബീറൻ ബിതഹ്ഖീഖിൻ, പിന്നെ ഞാൻ അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. എങ്ങനെ? ബിതഹ്ഖീഖിൻ, എല്ലാ തഹ്ഖീഖോടും കൂടി. എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹു അക്ബർ. എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ അല്ലാഹു അല്ലാതെ വേറെ ഒരുത്തനും വലുപ്പമുള്ളവനില്ല. എന്റെ ജീവിതത്തിന് ദിശ നിർണയിക്കാൻ, എന്റെ ജീവിതത്തിന് വഴി കാണിച്ചു തരാൻ, എന്റെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിന്റെ ഗതി നിർണയിക്കാൻ ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന് അധികാരമില്ല, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധ്യമല്ല. അത് ഞാൻ അള്ളാഹുവിന് മാത്രം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ തഹ്ഖീഖോടും കൂടി എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ, എന്റെ ജീവിതത്തിന് ദിശ നിർണയിക്കുവാൻ പടച്ചതമ്പുരാന് മാത്രമേ അധികാരമുള്ളൂ എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഞാൻ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ മനസ്സ് നമ്മുടെ മനസ്സിനകത്ത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അല്ലാഹയല്ലാതെ എന്നെ സ്വാധീനിക്കാൻ ആരുമില്ല. ഒരാളും, ഒരു ദർശനവും, ഒരു പ്രത്യയശാസ്ത്രവും എന്റെ ജീവിതത്തിന് ദിശ നിർണയിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന പ്രഖ്യാപനത്തോടുകൂടി അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്തിലേക്ക് പ്രവേശിച്ച് ഞാൻ ഖുർആൻ ഓതുമ്പോ അതെല്ലാ തർത്തീലോടും കൂടി വറത്തിലിൽ ഖുർആന തർത്തീല, ആ ഖുർആനിൽ എന്താണ് പടച്ചതമ്പുരാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കി ആ പറയുന്നതിന്റെ ആഴപ്പരപ്പുകളിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിച്ചുകൊണ്ട് ആ ഖുർആനിന്റെ ആയാത്തുകൾ നമ്മൾ ഓതിക്കൊണ്ട് നിസ്കാരത്തിന്റെ കർമ്മങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ, ഞാൻ റുക്കൂ ചെയ്യുമ്പോ അള്ളാന്റെ മുമ്പിൽ എല്ലാ തവാളുവും, എന്റെ എല്ലാ വിധത്തിലുള്ള വിധേയത്വവും ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് റുക്കൂ ചെയ്യുമ്പോ, ദില്ലത്തിന്റെ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മുമ്പിലല്ലാതെ വേറെ ഒരു മഖ്ലൂഖിന്റെയും മുമ്പിൽ ഞാൻ തലകുനിക്കില്ല, വേറെ ഒരാളുടെയും മുമ്പിൽ തലകുനിക്കാൻ ഞാൻ തയ്യാറില്ല. കാരണം എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ പടച്ചതമ്പുരാന് മാത്രമേ അവകാശമുള്ളൂ എന്ന മനസ്സോടുകൂടി ഞാൻ സുജൂദ് ചെയ്യും. ഇങ്ങനെ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കർമ്മം നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് പടച്ചതമ്പുരാൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറയുന്ന ആ മനോഭാവത്തോടുകൂടി നമുക്ക് ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി സാധിക്കുക. ആ മനസ്സ് നമ്മുടെ മനസ്സായി രൂപപ്പെടാൻ സാധിക്കണം എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, കാന ഇബ്നു സുബൈർ ഇദാ ഖാമ ഫി സ്വലാത്തി കഅന്നഹു ഊദുൻ മിനൽ ഖുശൂ' എന്നാണ്. അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ ഇദാ ഖാമ ഫി സ്വലാത്തി കഅന്നഹു ഊദുൻ, അദ്ദേഹം ഒരു മരത്തടി പോലെ ചിലപ്പോൾ കാണുന്നവന് തോന്നുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും ആ വ്യക്തി നിൽക്കുന്നുണ്ടാവുക. കാരണം എന്താണ്? മിനൽ ഖുശൂ'i, അയാളുടെ മനസ്സിനകത്തുള്ള ഖുശൂ കൊണ്ട്. കാരണം എന്താണ്? റസൂൽ പറഞ്ഞത്, സ്വല്ലി സ്വലാത്ത മുഅദ്ദിൻ കഅന്നക തറാഹു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു. നിങ്ങൾ എന്ത് ചെയ്യണം? മുവദ്ദിയായി കൊണ്ട് നിസ്കരിക്കണം. അവസാനത്തെ വിടവാങ്ങൽ സ്വലാത്ത്, ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് പറയുന്ന മനോഭാവത്തോടുകൂടി നിങ്ങൾ നിസ്കരിക്കണം. അതോടൊപ്പം കഅന്നക തറാഹു, നീ നേരിട്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെ നിസ്കരിക്കണം.
അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ അല്ലാഹ് നമ്മളെ കാണുന്നുണ്ട്. അല്ലാഹു നമ്മുടെ ഓരോ ചലനങ്ങളെയും ഓരോ സംഭവങ്ങളെയും കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് എന്ന മനസ്സോടുകൂടിയാണ് നിങ്ങൾ ആ കർമ്മം നിർവഹിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം ആ കർമ്മം നിർവഹിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഖുശൂ എന്ന് പറയുന്നത് സ്വലാത്തിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആ മനോഭാവം, ആ ഒരു മനസ്സ് നമ്മുടെ ഖൽബിനോട് ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ മനസ്സിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വലാത്തിലൂടെ എന്തൊരു ലക്ഷ്യമാണോ യഥാർത്ഥത്തിൽ നേടാനുള്ളത് ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി സാധിക്കണം. കാരണം മനസ്സാണ് പ്രധാനം, ഒരാളുടെ ഖൽബാണ് പ്രധാനം. ആ ഖൽബിനകത്ത് വരുന്ന ചിന്തയാണ് പ്രധാനം. ആ ഖൽബാണ് അവന്റെ ശരീരത്തെ യഥാർത്ഥത്തിൽ നിർണ്ണയിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അലാ ഇന്ന ലികുല്ലി ജസദിൻ മുദ്ഗ, എല്ലാ മനുഷ്യരുടെയും ശരീരത്തിനകത്ത് ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹഹ സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദഹ ഫസദൽ ജസദു കുല്ലു. ആ മാംസപിണ്ഡം നന്നായി കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവനും നന്നാകും. അത് ചീത്തയായാലോ അവന്റെ ശരീരം മുഴുവനും ചീത്തയാകും. അലാ വഹിയൽ ഖൽബ്, നിങ്ങൾ അറിയണം, അത് നിങ്ങളുടെ ഖൽബാണ്. ഖൽബാണ് പ്രധാനം. അള്ളാഹിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ഖൽബ് അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക. നമ്മുടെ ഖൽബിനകത്ത് അല്ലാഹ് എന്ന് പറയുന്ന ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക. ആ മനസ്സ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ കർമ്മം നിർവഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഖുശൂ എന്ന് പറയുന്ന ഈ കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക. അതുകൊണ്ട് എന്താണ് ഖുശൂ, ഖുശൂവോടുകൂടി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നറിയൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതറിയാതെ യാന്ത്രികമായ ഒരു കർമ്മം മാത്രമായി ഒരാളുടെ മുമ്പിൽ നമ്മളങ്ങനെ നിന്ന് നിസ്കരിക്കുന്നു, ഇമാമ് നിസ്കരിക്കുന്നുണ്ട്, ഇമാമിന്റെ മേൽ മഅ്മൂമായിട്ട് നമ്മളുണ്ട്, അങ്ങനെ ഇമാമ് ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യുന്നു. ആ ഒരു യാന്ത്രികതക്കപ്പുറം അതിന്റെ ആഴത്തിലേക്ക് മാനസികമായി തയ്യാറെടുപ്പുകളോടെ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ കർമ്മം നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കണം. നിസ്കാരത്തിന് ലക്ഷ്യമുണ്ട് എന്ന് പറയുമ്പോൾ ലക്ഷ്യം നേടിയെടുത്താൽ അവസാനിപ്പിക്കേണ്ട കർമ്മത്തിന്റെ പേരല്ല സ്വലാത്ത്. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ചില ആളുകളുടെ വാദങ്ങളുമുണ്ട്. സ്വലാത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർവഹിക്കേണ്ടതില്ല. നമുക്കറിയാം, സൂഫികൾക്കിടയിലുള്ള ചില ചിന്താഗതികളുണ്ട്. അനൽ ഹക്ക്, ഞാൻ തന്നെയാണ് യാഥാർത്ഥ്യം, അഥവാ അള്ളാഹുവിൽ ഞാൻ വിലയം പ്രാപിച്ചിരിക്കുന്നു, ഇനി എനിക്ക് സ്വലാത്ത് ആവശ്യമില്ല, ഇനി നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ ആരിഫീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ അവർ ആരിഫുകളല്ല. അങ്ങനെ ഒരു ആരിഫിന് നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കുകയില്ല. മുസ്ലിം സമുദായത്തിനകത്ത് പുതിയ ചില പരിഷ്കരണവാദികളായ ആളുകൾ രംഗത്ത് വന്നപ്പോ അവരും സ്വലാത്തിന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അത് ആവശ്യമില്ല എന്ന് പറയുന്ന നിലപാടുകൾ സ്വീകരിച്ച ആളുകളുണ്ട്. ചേകന്നൂർ മൗലവിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞു, അഖിമി സ്വലാത്ത ലിദിക്രി, എന്തിനാ നിസ്കരിക്കുന്നത്? അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റിന് വേണ്ടിയാണ്. അപ്പൊ എന്റെ മനസ്സിനകത്ത് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ വന്നാൽ പിന്നെ നിസ്കരിക്കേണ്ടതില്ല, പിന്നെ ആ കർമ്മം ആവശ്യമില്ല എന്ന് പറയുന്ന പുതിയ ചില ചിന്താഗതിക്കാരായ ആളുകൾ മുസ്ലിം സമുദായത്തിനകത്ത് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഇന്നും അങ്ങനെ ചില നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിനകത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു, ജീവനുണ്ടോ നിർവഹിച്ചേ മതിയാകൂ, ബുദ്ധിയുണ്ടോ നമ്മൾ നിർവഹിച്ചേ മതിയാകൂ. ബുദ്ധിയും ജീവനുമല്ലാതെ മറ്റൊന്നും സ്വലാത്തിന്റെ മുമ്പിൽ തടസ്സമല്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ജീവനുള്ള അവസാനത്തെ നിമിഷം വരെ എന്റെ മനസ്സ് ബുദ്ധിയോടുകൂടിയാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ ബുദ്ധിയുള്ള അവസാനത്തെ സമയം വരെ ആ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് നമ്മൾ നിർവഹിച്ചേ പറ്റൂ. അഥവാ ലക്ഷ്യം നേടിയെടുത്താൽ അവസാനിപ്പിച്ചുകൊണ്ട് ഇനി അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ ന്യായമില്ലാത്ത ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും നിർബന്ധമായും അതിന്റെ ഗൗരവത്തിൽ നിലനിർത്തി കൊണ്ടു നടക്കേണ്ട ഇബാദത്തിന്റെ പേരുകൂടിയാണ് സ്വലാത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരം ചടങ്ങ് മാത്രമല്ലാതെ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്ന കർമ്മമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിൻ്റെ ലക്ഷ്യബോധത്തോടുകൂടി നിർവഹിക്കുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. അങ്ങനെ നിർവഹിക്കുമ്പോഴാണ് അതിൽ നമുക്ക് ഖുശൂവോടുകൂടി ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി സാധിക്കുക.
അതൊരു ചടങ്ങ് മാത്രമായി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ ലാ യുതിമ്മു റുകൂഅഹു വയൻഖുറു ഫി സുജൂദിഹി വഹുവ യുസല്ലി. അയാൾ നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റുക്കൂ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ മൂപ്പർക്ക് സമയമല്ല. സുജൂദിലേക്ക് പോകുന്നത് പക്ഷി കൊത്തുന്നത് പോലെ പോവലും വരലും ഒരേപോലെ, അങ്ങനെ ഒരു ചടങ്ങായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കർമ്മം അള്ളാഹുവിൻ്റെ റസൂലിന് മുമ്പിൽ ഒരാൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ മാത ഹാദാ അലാ ഹാലിഹി മാത അലാ ഗൈരി മില്ലത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യൻ ഇങ്ങനെ മരിച്ചുപോയാൽ, ഈ മനുഷ്യന് ഈ സമയത്ത് ഇങ്ങനെ മരിച്ചുപോയി കഴിഞ്ഞാൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിൽ ആളായിക്കൊണ്ട് അയാളെ പരിഗണിക്കുകയില്ല. മഅദല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എത്ര ഗൗരവത്തോടു കൂടിയാണ് റസൂൽ അതിനെ സമീപിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിസ്കരിക്കാത്ത മനുഷ്യനല്ല, നിസ്കരിക്കുന്നവനെ കുറിച്ച് അള്ളാഹിന്റെ ഖുർആൻ സൂറത്ത് മാഊനിൽ പറഞ്ഞത് എന്താ? ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കരിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നവന് നാശം, നിസ്കരിക്കുന്നവന് നാശം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അള്ളാഹിന്റെ ഖുർആന്റെ പ്രയോഗത്തിന്റെ ഗൗരവം. അയാൾ നിസ്കാരം ഉപേക്ഷിക്കുന്ന താരിഖു സ്വലാത്തല്ല, നിസ്കാരം ഉപേക്ഷിക്കുന്നവനല്ല, നിസ്കരിക്കുന്നവനാണ്. നിസ്കരിക്കുന്നവന് നാശം. എന്താ കാരണം? ആ നിസ്കരിക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധയില്ല, അശ്രദ്ധനായി അലസനായി ആ കർമ്മം ഒരു ചടങ്ങ് യാന്ത്രികമായി ചെയ്തു തീർക്കുന്നവൻ മാത്രമായി മാറുമ്പോൾ ഫവൈലുൻ, അവന് നാശമെന്ന് അള്ളാഹിന്റെ ഖുർആൻ പറയുമ്പോൾ ആ നാശം എത്ര ഭീകരമായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം പരിഗണിക്കാതെ ചടങ്ങ് മാത്രമാകാതിരിക്കാനുള്ള ജാഗ്രത നമുക്കുണ്ടാവണം. അതൊക്കെ ഉണ്ടായിരിക്കെ സംഭവിക്കുന്ന കുറവുകളും പാളിച്ചകളും അത് അള്ളാഹ് പുറത്തു വരും, അതിൽ സംശയമൊന്നുമില്ല. ഈ ബോധ്യമില്ലാതെ ചടങ്ങ് മാത്രമായി മാറാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്ര ഗൗരവത്തിൽ ശ്രദ്ധിച്ചാലും ചില പോരായ്മകളും കുറവൊക്കെ മനസ്സിലുണ്ടാവാം. അത് അള്ളാഹ് പുറത്തിരുന്ന കാര്യമാണ്, അത് നമ്മുടെ പരിധിക്കപ്പുറമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ അലസത കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഇതിൽ പാളിച്ചകൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്ക് നീ പുറത്തു നൽകണമേ തമ്പുരാനെ. ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ ശിഫ നൽകണമേ തമ്പുരാനെ, ആഫിയത്ത് നൽകണമേ നാഥ. ജീവിതം ഹൈറാകുന്നിടത്തോളം ആഫിയത്തോടെ ജീവിക്കാൻ പടച്ച തമ്പുരാനെ അവർക്കും ഞങ്ങൾക്കും എല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഇണതുണകൾ, ഉസ്താദുമാർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്.